ഹായ് ഹലോ വെൽക്കം. ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ടൈമാണ്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക സ്ഥലങ്ങളിലും മഴ തന്നെയാണ്, അടച്ചു പിടിച്ച മഴ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ രാത്രി തൊട്ടിട്ട് ഇപ്പോൾ രാവിലെ ഈ ടൈമിലും മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും മഴ ദിവസം എങ്ങനെയുണ്ട്? നമ്മുടെ വർഷക്കാലം എന്ന് പറഞ്ഞ സംഭവമൊന്നും തുടങ്ങാനായിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം നേരത്തെ തന്നെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ നല്ലൊരു തണുപ്പൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും എണീക്കാനൊക്കെ ഒരു ഇത്തിരി മടിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ പണിയിലേക്ക് അങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഓട്ടപ്പാണ് കേട്ടോ. ഓട്ടപ്പം അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു അപ്പമാണ്. അപ്പോൾ അതിന് ഞാൻ തലേ ദിവസം നമ്മുടെ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. രാത്രി ഇട്ടാൽ പിറ്റത്തെ ദിവസം കാലത്തേക്ക് അത് അരച്ചെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് തലേ ദിവസം ചോറുണ്ടായിരുന്നു, ആ ചോറും കുറച്ചിട്ട് ഒരു മുട്ടയും ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മളതങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ പച്ചരി കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ പിന്നെ അതിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് തീർക്കുക തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മളതങ്ങനെ അരച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെയെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിന് കറിയായിട്ട് എടുക്കുന്നത് നമ്മുടെ കടലക്കറിയാണ്. കടല എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ വെള്ളക്കടല ഞാൻ സാധാരണ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനൊരു മസാലക്കറി പോലെ ഉണ്ടാക്കണം കേട്ടോ. തേങ്ങ ഒന്നും എടുക്കാതെ, തേങ്ങാപ്പാലും പിഴിയാതെ നമ്മൾ സവാള, അതുപോലെ തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ കൂടി അരച്ചിട്ട് അരച്ചിട്ടല്ല, നമ്മൾ വാട്ടിയെടുത്തിട്ട് പിന്നെ അതിൽ മസാലപ്പൊടികളെല്ലാം ഒന്നും ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കടല ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് മതിയെന്ന് വെച്ചു. ഇന്നിപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ തേങ്ങ പൊളിക്കാനൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ പിന്നെ അത് മടിച്ചിട്ട് അപ്പോൾ പിന്നെ ഒരു മസാലക്കറി തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അതിലേക്ക് നമ്മളത് സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്ടപ്പച്ചട്ടിയാണ് ഇത് കേട്ടോ. ഈ ഓട്ടപ്പച്ചട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് അധികം പഴക്കമുള്ള ഒരു ഓട്ടപ്പച്ചട്ടിയാണ്. പക്ഷേ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാടായി. അപ്പോൾ നമ്മളത് വേറെ മാറ്റിയിട്ടൊന്നുമില്ല. ഇതൊരു അടിപൊളി ഓട്ടപ്പച്ചട്ടി തന്നെയാണ് കേട്ടോ. ഓട്ടപ്പച്ചട്ടി എന്ന് പറയും, പലരും പല പേരൊക്കെ ആവും, പക്ഷേ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഒന്ന് ഒന്ന് ചൂടാവണ വരെ നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നാക്കിയതൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം ഇവിടെ പാത്രം വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു നിമിഷം ഞാൻ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. പിന്നെ നോക്കുമ്പോഴേക്കും അത് പുക പോകണ കണ്ടപ്പോഴും നോക്കണം കേട്ടോ. അപ്പോഴേക്കും നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് സിമ്മിലിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ സവാളൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അത് ഒന്നാകെ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കുഴപ്പമുണ്ടായില്ല. പിന്നെ അത് അങ്ങോട്ട് റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ പാത്രമൊന്നും കേടാവാതെ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മളിതൊക്കെ ഒക്കെ ഒന്ന് വാട്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പം ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മൂടി വെച്ചിരുന്ന ഒരു പാത്രം എന്ന് പറയുന്നത് ഒരു പിടുത്തമില്ലാത്ത പാത്രമായിരുന്നു കേട്ടോ. നമ്മളത് എടുക്കുന്ന സമയത്ത് കൈയൊക്കെ ചൂടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം അവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല പൊള്ളച്ചിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ പല രീതിയിലുണ്ടാകാം. നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ഒരു മോഡലിലൊക്കെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അധികമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന പൊടികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കുറച്ച് ആ ഒരു ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളകും പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അത് നമ്മൾ സിമ്മിലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളെല്ലാതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്നുകൊണ്ട് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നമ്മുടെ ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പട്ട, കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാതും കൂടി ഇട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് അങ്ങനെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മൂത്ത് ഒരു ചൂടായിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ വേവിച്ച് വെച്ച കടലയും കൂടി അങ്ങോട്ട്
ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെയെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെയെന്ന് പറയുമ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് വേവിക്കില്ല, ഒരു ഇങ്ങനെ കടിക്കുന്ന ഒരു പാകത്തിലൊക്കെ ആക്കി എടുക്കുകയുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വേവിക്കും. മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും കറി മാത്രം എടുത്തിട്ട് കഴിക്കും. കടലൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റിന് അരുവിൽ ഇങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. എപ്പോഴുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്ത് കറി കൊടുത്താലും കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരതൊന്നും കഴിക്കില്ല, കടല മാറ്റി വയ്ക്കും. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുക, എല്ലാതും കൂടി പരമാവധി അങ്ങോട്ട് മിക്സ് ആക്കും കേട്ടോ. അപ്പോൾ പിന്നെ അവർ കറി എടുക്കുന്ന ടൈമിൽ ആ കടലയും കൂടി എന്തായാലും പെടും. അപ്പോൾ അങ്ങനെ അവർ ആ കടലും കഴിക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി നല്ല വേവിച്ചിട്ടാണ് കടലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്നല്ല, ഒട്ടുമിക്ക എല്ലാ വീട്ടുകളിലും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. രാവിലത്തെ കഴിപ്പിക്കാനുള്ളൊരു പാടായിരിക്കും. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ല മടിയാവും. അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതാ നമുക്കിന്ന് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ്. അപ്പോൾ കണ്ണൻ പോയിട്ട് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ മാങ്ങയാണ്, നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ഒക്കെ പഴുത്ത് തന്നെയാണ്. അപ്പോൾ ചെറുതായ കാരണം നമുക്ക് വേണമെങ്കിൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങയാണ്. അങ്ങനെ നമ്മുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിക്കാനുള്ള പരിപാടിയിലാണ്. മഴയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. രാവിലെ ഇട്ട് നിന്നിട്ടില്ല, എപ്പോഴും പെയ്യുന്നുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നിത്തുനും കൊണ്ട് ഒന്ന് ഐ സെൻറ്ററിലേക്ക് ഒന്ന് പോകണം, കണ്ണ് ഡോക്ടറെ ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഏട്ടനാണെന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചിട്ടുണ്ട്, ലോങ് സൈറ്റിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് കാരണം കണ്ണട ഉണ്ട്. അപ്പോൾ നിത്തുനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു സംശയം, ഇനി ബോർഡിലേക്ക് ഇത്തിരി കാണുന്നുണ്ടോ, മങ്ങലുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സംശയത്തിൽ കേട്ടോ. അപ്പോൾ ടീച്ചർ പറയുകയും ചെയ്ത്, അപ്പോൾ എന്നാൽ നിത്തുനെ ഒന്ന് കണ്ണ് ഡോക്ടറെ കാണിക്കും വേണം. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ നിത്തുനും കൊണ്ടിട്ട് അങ്ങനെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ആദ്യം വരുന്നില്ല എന്നൊക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ആൾ വന്നിട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ കളിക്കാരും എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ വരാൻ നല്ല മടിയായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇതന്നെ പറഞ്ഞിട്ട് നിത്തുനായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ എപ്പോഴും മഴ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഞാൻ നിത്തും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ കണ്ണടയൊക്കെ വെപ്പിച്ചിട്ട് നമ്പേഴ്സൊക്കെ ഒന്ന് വായിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ വായിച്ചെടുത്ത്. പിന്നെ ഇനി ഒരു ദിവസം കൂടി ഒന്നും കൂടി പോകണം. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ അടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്.